സർവ്വേ കലാസ്നേഹികളെ, ഈ കഥ ആരംഭിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലാണ്. അവിടെ നിറമില്ലാത്ത മനുഷ്യർ കടം മേടിച്ച് ജീവിക്കുന്നു. തിരിച്ചു ചോദിക്കാൻ വരുന്നവരെ മുണ്ടുനോക്കി കാണിക്കുന്നു. നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ, ഞാനത് വേണ്ടവർക്ക് കൈകാര്യം ചെയ്തോളാം. സോ ബേസിക്കലി ഈ സ്ത്രീയുടെ കണവനെ കാണാതെ പോയി. കണവനില്ലാത്ത ഭാര്യയ്ക്ക് ഒന്നുകിൽ സതി അല്ലെങ്കിൽ ആരെങ്കിലും മതി. അതിന് തയ്യാറാകാത്തവൾക്ക് ഇതാണ് വിധി. കടം വാങ്ങിച്ച പൈസ തിരിച്ചു മേടിക്കാൻ വന്നവൻ കടം വേണ്ട ചേച്ചി, എനിക്കല്പം കടല പിണ്ണാക്കെങ്കിലും മതിയെന്നും പറഞ്ഞ് അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കും. അതിനിടയ്ക്ക് ഒരുത്ത ഓടി വന്ന് ഇയാളെ പിന്നീന്ന് കുത്തുന്നു. കുത്തിയത് കൂട്ടുകാരൻ നായകനല്ല, കൂട്ടുകാരന്റെ കുത്തുകൊണ്ട് വില്ലൻ. കമ്പി 4 ഇഞ്ച് നീളത്തിൽ കുടലിൽ കയറി. അത് കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് തേച്ചാലൊന്നും പോകൂല. തൽക്കാലം കഴപ്പ് മറന്ന് പോലെ ഡോക്ടറെയും പോയി കാണുക. എന്തായാലും നല്ല സമയത്താണ് മരണം. സ്വർഗം കാണാൻ വന്നവന് സാത്താന്റെ സോഫയുടെ അടുത്ത് സ്ഥലം. സോ ഇവനാണ് അഭിനായകൻ, വളരുമ്പോ ബാസി. ഇനി ഈ കഥയൊക്കെ ഒരാൾ ഒളിച്ചിരുന്ന് നറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും തുടക്കം ആ ഒരു രാത്രിയിലായിരുന്നു. ബാബുരാജുണ്ട്, അറിയാലോ, വില്ലൻ തന്നെ. ഇയാൾ പിന്നെയും വലുതായടെ ഇല്ലേ? നോക്ക്, ശരീരം ഒന്നുകൂടി വികസിച്ചില്ലേ ഇങ്ങനെ. ഇനി അവൻ ബാസി മാസിൽ നടന്നു വന്ന് മീൻ മാരി കൊണ്ടുപോകും. അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ മീൻ മൊത്തം സൈഡിൽ ഇരിക്കണ ചേച്ചി കറിക്ക് അറിയാൻ വേണ്ടി നോക്കി വെച്ചാണ്. ചെറ്റകളെ ഉണ്ടല്ലോ എന്റെ കൂട്ടത്തിലും. ബേസിക്കലി ഇവർ തളപതിയും തലൈവരും പോലെ ഉറ്റ സുഹൃത്തുക്കളാണ്. പിന്നെ ഇവർ 3 പേർ. മുടിയനെ അറിയാലോ, എല്ലാ പടത്തിലും ഐഡന്റിറ്റി കാർഡുള്ള ഗുണ്ടിയാണത്. മറ്റവനെ അറിയാൻ വയ്യ. ഇനി ഇത് ബാബു രാജാവിന്റെ ഏറ്റവും ഇളയ അനിയൻ. അവനൊരു കാറിൽ ഉച്ചയ്ക്ക് ഒരു പെണ്ണിനെ ഓക്സിജന്റെ വില പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കവേ കുറെ ശത്രുക്കൾ വന്ന് അവനെ ഫാന്റസി പഠിപ്പിക്കും. അതറിഞ്ഞ ബാബു സാർ ജീപ്പിൽ വരും. എന്നിട്ട് അനാഥരും ഗുണ്ടകളുമായവരെ ഊതി പറത്തും. പണി തുടങ്ങി മക്കളെ, എന്റെ പണി തുടങ്ങി, പിന്നാലെ വരും. ഇവർ ഇറക്കി കളിക്കുന്നത് മറ്റൊരുവനാണ്. ചോരയോട് ആർത്തിയുള്ളവൻ, ചേരയെ കണ്ട പേടിക്കുന്നവൻ, ചൊരക്കടിയൻ, ചോരക്കുടിയൻ. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറുത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ചത്. ഈ ബാസിയെ കണ്ട് എവിടെ തപസ്സരിക്കാൻ പോയിട്ട് നേരെ ബാർബർ ഷോപ്പിൽ മുടിവെട്ടം കയറിയപ്പോ വേദന കൊണ്ട് ഇറങ്ങി ഓടിയവനെ പോലില്ലേ. അത് കഴിഞ്ഞ് പിന്നെയും ഉത്സവത്തിനൊരടി. ഇന്നസെന്റ് ചേച്ചിയുടെ ചന്തിക്കേറി ഒരുത്തൊരു പിടി. അതുകൊണ്ട് ബാബുരാജ് ഇടി, ഇത് കണ്ട ബാസി അടിയോടടി. ജീപ്പേരോടൊക്കെ അഭിനയിച്ചതിനകത്ത്. സോ ഇനി ഈ പടത്തിലെ നായിക, അതായത് നായികയ്ക്ക് ബാസിയോട് പ്രേമമുണ്ട്. ബാസിക്ക് അവളെ ഇഷ്ടമല്ല. ഇവക്കടെ അച്ഛനാണ് അന്ന് കുത്തുകൊണ്ട് ചത്ത ജോസ് പ്രകാശ്. അച്ഛനെ ഒറ്റ കുത്തിന് തീർത്ത ആ പൊടിമീശക്കാരനോട് അവൾക്ക് പ്രേമം. ബട്ട് കൊളോക്കിലി അവളുടെ അഭിനയിക്കാനോടൊത്ത അമ്മയ്ക്ക് ഈ ബന്ധത്തോട് താല്പര്യം. ബട്ട് അവൾക്ക് അവനെ മതി. സോ അമ്മ മിണ്ടാതിരിക്കും. എന്നറിയാലേ, സിനിമയിൽ ബാബുവേട്ടന്റെ DNA ഫുൾ ഫോം ഇൻജറസ്ലി നാഷണൽ എരപ്പാളി എന്നാണ്. സിനിമകളിലെ സ്ഥിരം വില്ലൻ സാന്നിധ്യമാണ് അദ്ദേഹം. ചന്തയ്ക്ക് പിടിച്ചതിന് സഹായം ചെയ്തതിന് സഹായമായി 1 കൊല ഏത്തനും 1 സെഞ്ച് റവയും മാവും അമ്മയ്ക്കൊരു 100 രൂപ കൈക്കൂലിയും കൊടുത്ത് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി. അല്ലെങ്കിൽ ഈ കക്കൂസ് വില്ലന്മാർക്ക് കഴിവേറെ തരമല്ലേ അറിയൂ. പെണ്ണിന് മസിലല്ല മാനസിക അടുപ്പമാണ് വേണ്ടതെന്ന് ഈ തിണ്ണാ മുണ്ണകൾ കൊട്ടും അറിയൂ. അവൾ അവനെ തോന്നുവാസം പറയരുത്. നിന്നെപ്പോലുള്ള പരമ ചറ്റകളുടെയൊക്കെ തനി കൊണം ഞാൻ വെളിയിലോട്ട് കൊണ്ടുവരും. നിന്നെ എനിക്ക് വെട്ടി കീറി വെക്കാനുള്ള ദേഷ്യമുണ്ട്. ബട്ട് ഈ കുൽസിത സംഭവം നമ്മുടെ ബാസി അറിയും. ബാസിയുടെ കൂട്ടുകാരിയാണല്ലോ ഇവൾ. ബേസിക്കലി ഞാൻ റൈറ്റ് ഹാൻഡിൽ നല്ലവനായ ബാസി ഒരു ചെറിയ മാസ് വിത്ത് ബീജം അങ്ങ് ഇട്ട് കാണിക്കും. തൊട്ടുതരം പറഞ്ഞ കൊന്നളയും ഞാൻ മയില്. എടാ ഇത് ഡിഷ്യൂമാകൂ. കാണിക്ക വഞ്ചി പോലത്തെ ചേട്ടന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടി തെറിഞ്ഞ അനിയന്മാർ ബാസിയുമായി അംഗത്തിനിറങ്ങും. ബട്ട് ദേഷ്യം എന്നാൽ ഔചിത്യബോധം മറക്കുന്ന ബാസി ആളൊരു പാവോ.
കണ്ടാ മനസ്സിലാവും. പണ്ട് അമ്മയെ കയറി പിടിച്ചവനെ പെന്നീന്ന് കുത്തി തന്റെ ജീവിതം തകർത്ത കൂട്ടുകാരന് ബാസി ഒരു വിൽസ് വാങ്ങിച്ചു കൊടുത്ത് കോംപ്രമൈസ് ആക്കും. പക്ഷെ അവിടെ കൊണ്ട് ഒന്നും തീരണില്ല, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. ബാബു രാജാവിന്റെ ഗോഡൌൺ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് റിവ്യൂ ചെയ്യും. അപ്പോഴാണ് മനസ്സിലാകുന്നത് നാറിയ മീനൊക്കെ പെർഫ്യൂം അടിച്ചിട്ടേക്കാണെന്ന്. വെറും റിവ്യൂ മാത്രം പോരാ, ഈ ഗോഡൌണിന് ഒരു റോസ്റ്റ് തന്നെ വേണമെന്ന്. ആ തുണി അയച്ച സത്യം മനസ്സിലാക്കി അവർ അതോടെ ആ കച്ചവടം പൂട്ടും. ബട്ട് ഇതേ സമയം മറ്റൊരിടത്ത് ബാബുവേട്ടൻ സിനിമയുടെ ചാല് ലോകേഷിന്റെ എൽസിയുമായി കൂട്ടിമുട്ടിക്കാനുള്ള പ്ലാനിലാണ്. അതിനിടയിൽ ഗോഡൌണിന്റെ റിവ്യൂ നടന്നറിഞ്ഞ ബാബുരാജൻ ടീമും ഇത് ചെയ്തത് ഉണ്ണി വ്ലോഗ്സ് അസിയും ടീമും ആണെന്ന് ഓവർ തിങ്ക് ചെയ്ത് കുറ്റം വിധിക്കും. മോശം മീൻ കൊടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ബാബുരാജിന്റെ ഒക്കെ വിചാരം. അയ്യടി മനമേ, അതങ്ങ് മന്ത്രിസഭ പറഞ്ഞാൽ മതി. എന്നിട്ട് ഒന്നും അറിയാത്ത ബാസിയെ പാവം മീൻ ചന്തയിൽ കയറി ചാമ്പാൻ നോക്കും. അവിടെയാണ് എൽസി റോളക്സിന്റെ ഷിറ്റ് ഹാൻഡ് ഓൺ മിസ്. പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് നിങ്ങളെന്നെ ഡാഡി എന്ന് വിളിച്ചോ. കൂടുതൽ സ്നേഹം വരുമ്പോ എടാ ഡാഡി എന്ന് വിളിക്കാമല്ലോ. ഡോണേക്ക് കൊറിയയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. വോങ്ലി അവിടെ ചെന്ന് വോങ്ലിയുമായി കൈകോർത്ത് പല ക്രൈംസും സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു. വോങ്ലിയുടെ ഒരു അസൈൻമെന്റിനായി AK ന്യൂയോർക്കിലുള്ള ഒരു അസാസിനെ കാണാൻ പോയി. അവന്റെ പേര് ഡോൺ ഡ്രിക്. അല്ല, ഇത്രയും നേരമായിട്ടും ഒരു മലയാള സിനിമയിൽ ഒരു പാട്ട് പോലും ഇല്ലെന്ന് നിങ്ങൾ നിരൂപിച്ചിരിക്കണം. എന്നാ നിങ്ങൾക്ക് മുന്നിൽ ഇതാ ഒരു പാട്ട്. ഇനി ഈ പാട്ടിന്റെ പശ്ചാത്തലം ഇവന് ഇവളെ ഇഷ്ടമാണ്, ബട്ട് ഇവൾക്ക് ബാസിയാണ് ഇഷ്ടം. ബാസയ്ക്ക് ഇവളെ ഇഷ്ടമല്ല. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ബാസയ്ക്ക് ഇവളെ ഇഷ്ടമാണെന്ന്. ബട്ട് ഫിനാൻഷ്യലി സെറ്റിൽ ആവാത്ത നാട്ടിൽ ചീത്തപ്പേരുള്ള വാളിയുള്ള ടൂർണമെന്റ് ആക്കിയ അപ്പനെ കൊന്ന ഈ കലിപ്പന മതി എന്ന് അവളും. സോ വിത്തൗട്ട് ബാസിയുടെ കൺസെന്റ് അവൾ അവനോടൊരു ഉഗ്ര വിഷമുള്ള സംഭാഷണം പറഞ്ഞ് ആലിംഗനം ചെയ്യും. തീർന്നില്ല, പിന്നെ ഇതാ നിങ്ങൾക്കായി മറ്റൊരു പാട്ട്. അങ്ങനെ പ്രേമാർദ്രമായ കാമുകനും കാമുകയും കൂടെ ബൈക്കിൽ പോകവേ ഒരു ബസ് അപകടത്തിൽ പെടുന്നത് കാണും. കാര്യം തിരികെ ചെല്ലുമ്പോഴാണ് അറിയണ നാട്ടിലുള്ള കൊച്ചുണ്ടാപ്പറികൾ മുതൽ മുതുക്ക് കെണ്ടകൾ വരെ ഇപ്പൊ വീടി വലിൽ നിർത്തി കൂടിയ സാധനം അടിയാണെന്ന്. ഒടുവിൽ ഇതിന്റെ സോഴ്സ് ബാബുരാജിന്റെ ഗോഡൌൺ ആണെന്ന് അറിഞ്ഞ ബാസി അവിടെ കയറി ഇത് പുഷ്പയിലെ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. തന്റെ കോടികളുടെ ലാഭം വെള്ളത്തിൽ ലയിക്കുന്നത് കണ്ട ബാബുരാജിന് ഹൃദയവെപ്രാളം വരും. ഇൻവെൽ കാര്യങ്ങൾ അറിഞ്ഞ ഡോൺ ടോറസ് ബട്ട് ഒടുവിൽ കാര്യങ്ങൾ ഹാൻഡ് വിട്ട് പോകുകയാണല്ലോ മച്ചമ്പിമാരെ. കാമുകമായി കറങ്ങാൻ പോയ ബാസിയെ ഗുണ്ടകൾ കില്ലാക്കാൻ നോക്കും. ബട്ട് അവിടെയും ബാസി ആഭാസിയായി അഴിഞ്ഞാടും. ഒടുവിൽ ആഭാസിക്ക് നേരെ പാഞ്ഞു വന്ന ഒരു കത്തി സെൽഫ് ഡിഫൻസ് ഓൺ ടൈം ഓൺലൈനായി പഠിച്ച നായിക കഴുത്ത് കൊണ്ട് ഡിഫെൻഡ് ചെയ്ത് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാടി. നീയെ കണ്ടം വരെ നിറഞ്ഞിരുന്ന ജ്യൂസ് ദേ പുറത്തോട്ട് വരണം. പിന്നെ അറിയാലോ ബാസി ബട്ട് യു നോ ഗൈസ്, ബാസിയെ കൊല്ലാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് കൊടുത്തത് ആരാണെന്ന് അറിയാമോ? ബാസിയുടെ കാമുകിയെ പ്രേമിച്ച് നടന്ന ഇവൻ. ബാസിയും ഇവളും സെറ്റായതറിഞ്ഞതിൽ ഈഗോ അടിച്ച് അവൻ തന്റെ ഉറ്റ കൂട്ടുകാരനെ അങ്ങ് ചതിക്കുകയായിരുന്നു. എടാ, രണ്ടെണ്ണം അടിക്കുമ്പോ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമൊക്കെ കൊലപാതകം വരെ കൊണ്ട് എത്തിച്ച എഴുത്തുകാരൻ നിന്നെ ഞാൻ കൈകൂപ്പുകയാണ്. എന്തെങ്കിലും ഒരു പുതുമ പേടിച്ചിട്ടെങ്കിലും എഴുതിണ്ടാ നീയൊക്കെ. പിന്നെ എന്തൊരു വന്നാലും ശരി ബാസി അവരെയൊക്കെ കൊല്ലും. എന്നിട്ട് നേരെ ഗോ ഡൗണിലേക്ക് പോയി ബാക്കി ഉള്ളവന്മാരെ ഒറ്റയ്ക്ക് വിത്ത് BGM കൊല്ലും. ബട്ട് അടിക്കിടയിൽ തലക്കടി കിട്ടിയ ബാസിയെ അവർ അടിച്ചിട്ട് പൂട്ടും. ആളെയും തന്റെ മെമ്മറിൽ നിന്ന് ഡീകോഡ് ചെയ്തൊരു കുറുക്ക് വഴി കണ്ടെടാ, കുറെ പൈസ ഇരിക്കണ്ടാ അതെടുത്തോണ്ട് നാട് വിട റിവഞ്ചൊക്കെ പിന്നെ ചെയ്യണം മണ്ട. അതങ്ങനെ ഒരു തൻ. അങ്ങനെ ഒടുവിൽ ബാസി ബാബുരാജിനെ സോസേജ് ആക്കും. ഇതെന്തടാ ഈ വീണ മട്ടൻ ചപ്സ? കട്ട വയലൻസ് തന്നെ. മാർക്കോ ഒക്കെ മാറിക്കോ. നീ മുഴുവൻ തന്നെ മാർക്കോ എങ്കിൽ ആ ബാസിക്ക് പൊങ്കാല.
ഇനി നിങ്ങൾക്കൊരു സംഭവം അറിയോ? എനിക്കും ബാസിയുടെ അച്ഛനെ കാണാതെ പോയതല്ല, അങ്ങേരെ പൈസയ്ക്ക് വേണ്ടി പിടിച്ചു പറിക്കാൻ ബാബുരാജും അനിയന്മാരും ചേർന്ന് കൊന്നതാണ്. സത്യം വെറിപ്പൂണ്ട് നിന്ന് ബാസിയുടെ അപ്പ തന്നെ പറയും. അത് കേട്ട ബാസി അവിടെ ഇരുന്ന് കെറോസിൻ ഒഴിച്ച് ഇവന് തീ കൊളുത്തുകയും കൊല്ലും. അവന് അഗ്നിശുദ്ധിയെങ്കിലും കിട്ടിയല്ലോ. ബാബുരാജിനെ വല്ലാതാക്കി കളഞ്ഞു. എന്തായാലും എല്ലാവരെയും കൊന്നിട്ട് നിർവൃതിയിലേക്ക് നാട് കൊടുക്കുകയാണ് ബാസി. പിന്നെ ഈ കഥകളൊക്കെ ഒരുത്തനിരുന്ന് വിവരിച്ച് തരുകയാണ് കേട്ടോ. लाल सलाम सखावे. ഉള്ള ഗുണ്ടകളും ക്രിമിനലുകളും എല്ലാം അവസാനം വന്നു ചേരുന്നത് ഈ ചുവപ്പിന്റെ തുമ്പിലാണല്ലോ ദൈവമേ. Love you.